ഇത് നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കുന്നതിന് നോക്കാം. ചിലർ പറയാറുണ്ട് ആലു പൊറോട്ടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. പക്ഷെ ആലു പൊറോട്ടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ട്, ഈ ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കണം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടിയും ചേർത്തിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അത് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഏകദേശം കണക്കിലെടുക്കുക. അത് നിങ്ങൾക്ക് എത്ര ആലു പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് ആണ് വെക്കുന്നത്. ആലു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങെന്നാണ്, അതുകൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഒരു 375 ഗ്രാം ഉണ്ട്. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലകളൊക്കെ മിക്സ് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു മീഡിയം സവോള എടുത്തിട്ടുണ്ട്. ഈ സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഈ ആലു പൊറോട്ടയുടെ ഉള്ളിൽ ഈ പൊറോട്ടയുടെ ഫില്ലിങ് ശരിക്കും ഇരിക്കുള്ളൂ. അപ്പം എല്ലാം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി നല്ല പൊടിയായിട്ട് ചതച്ചിട്ടിടുക. പിന്നെ മല്ലിയില നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളകിൻ്റെ പൊടി വേണം, മല്ലിപ്പൊടിയും വേണം, ഗരം മസാലയും വേണം. ഈ മസാലപ്പൊടികളെല്ലാവരും ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് ആ ചേർക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കാത്ത വേറെ ഒരു പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. അതിന് ആംചൂർ പൗഡർ എന്നാണ് പറയുന്നത്. ഈ ആംചൂർ പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കമാങ്ങ പൊടിച്ചെടുക്കണേനെയാണ് ആംചൂർ പൗഡർ എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ സൈഡിലേക്ക് മാങ്ങ ഉണക്കിയെടുക്കും, അതിന് മാങ്ങത്തോലി എന്ന് പറയും. അങ്ങനത്തെ മാങ്ങത്തോലി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ മാങ്ങത്തോലി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് ആംചൂർ പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പം അതും ഇതിലേക്ക് കുറച്ച് ചേർക്കണം. അതുകൊണ്ട് ചേർത്ത് കഴിയുമ്പോൾ ഈ മസാലയ്ക്ക് ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചാറ്റ് മസാലയും കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കാം. അപ്പോൾ ഈ ആംചൂർ പൗഡറും ഈ ചാറ്റ് മസാലയും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചേർക്കുക. കിട്ടിയില്ലെങ്കിൽ അത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് നോക്കാം ഇതിങ്ങനെ ആലു പൊറോട്ടയാക്കാന്ന്. ഈ ഗോതമ്പ് മാവ് കുഴച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രത്തിൽ ഗോതമ്പ് പൊടി എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുക. അത് എന്ത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ചേർക്കുക. പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഈ പൊടി നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ വെള്ളം ചേർക്കുമ്പോൾ ഞാൻ വെള്ളം എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടാപ്പിൽ വരുന്ന വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ഞാൻ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത്. ഒരുപാട് ചൂടല്ല, ഒരു ഇളം ചൂട്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടിയിൽ വെള്ളമൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മളൊരു ബോളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ടാമത് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ ബോളാക്കിയിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പോണതിന് മുമ്പ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടിരിക്കണം. ഇത് കുഴച്ച് ഇതേപോലെ ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല ഈസി ആയിട്ടിരിക്കും. ഇത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിനെ കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏറ്റവും ആദ്യം കുറച്ച് ഓയിൽ ചേർക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞത് ഒരു 10-15 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇതൊന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് ഒന്നല്ലെങ്കിൽ നിങ്ങളിത് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ ടവൽ നനച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം പേപ്പർ ടവലിൻ്റെ, എന്നിട്ട് അത് മൂടി വയ്ക്കുക. അത് ഇനി ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മസാല ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഉരുളക്കിഴങ്ങ് നിങ്ങൾ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അല്ലെങ്കിൽ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് പീൽ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. പിന്നെ ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴായിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഏറ്റവും ആദ്യം ഒന്ന് ഉടച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവണം. ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുന്നതാണ് സ്പൂൺ വെച്ച് ഉടച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം. ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചോപ്പ് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ നല്ല പൊടിയായിട്ട് സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് സവോള ചേർക്കരുത്. ഞാനിവിടെ ഒരു മീഡിയം സവോളയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയും നല്ല പൊടിയായിട്ട് ചതച്ചെടുക്കാം. പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മല്ലിയില ചേർക്കാം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിക്ക് വളരെ കുറച്ച് ചേർത്താൽ മതി. ഈ മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഇല്ല, ഒരു 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ ആംചൂർ പൗഡർ ചേർക്കാം. ആംചൂർ പൗഡർ കുറച്ച് ചേർത്താൽ മതി. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഗരം മസാല ചേർക്കാം. ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നിങ്ങൾക്ക് ചാറ്റ് മസാല വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാലയും വളരെ കുറച്ച് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മസാല കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ ആംചൂർ പൗഡർ കുറച്ചുകൂടി ചേർക്കാം. അത് ചേർക്കണം. മസാലകളെല്ലാനും അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ടേസ്റ്റ് നോക്കാം. അപ്പോൾ എന്തെങ്കിലും കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ആലു പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുത്തതും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടിയും വേണം. ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ഈ മാവിൽ നിന്ന് ഓരോ ഉരുളയിട്ട് എടുക്കുക. ഒരുപാട് ചെറിയ ഉരുളയിട്ടല്ല, കുറച്ച് വലിയ ഉരുളയിട്ട് എടുക്കണം. അതൊന്നുകൂടി ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ചപ്പാത്തിക്ക് ആകുമ്പോൾ ഇതിലും കുറച്ചും കൂടി ചെറുതായിട്ട് നമ്മൾ എടുക്കുക. ഇത് ചപ്പാത്തിനേക്കാളും കുറച്ച് വലുതായിട്ട് എടുക്കുക, ഒരുപാട് വലുതായിട്ടല്ല. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് ഒന്ന് ഇത് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തണമെന്നില്ല. ചപ്പാത്തി കോല് വെച്ചിട്ടും ഇതേപോലെ കുറച്ച് ചെറിയ വലിപ്പത്തിൽ ഇതേപോലെ പരത്തിയെടുക്കുക. ഒരു പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് ഓരോ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. ഒരുപാട് വലുത് വേണ്ട. കുറേ ഫില്ലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും ഫില്ലിങ്. ഇതേപോലെ ഒരു ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. ഇത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് എല്ലാ സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യണം. അത് ഫോൾഡ് ചെയ്യുന്നതിനും പ്രത്യേകതയുണ്ട്. ഇതിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ഈ നടുക്ക് വരണ ഈ മാവ് ഇതേപോലെ ഇങ്ങനെ ഒരു സഞ്ചി പോലെ വെക്കണം. അത് ഉള്ളിലേക്ക് നമ്മൾ പരത്തി വെക്കരുത്. ഇതേപോലെ വെക്കാം. ഇതേപോലെ ഇങ്ങനെ ഒരു ബാഗ് പോലെയാവും. അതിന് ഉള്ളിലേക്ക് പരത്തി വെക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടുതൽ വരുന്ന മാവ് എടുത്ത് നമ്മൾ മാറ്റിക്കളയണം. അത് നമ്മുടെ ആലു പൊറോട്ടയ്ക്ക് ഭയങ്കര കനാവും. നന്നായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുക. അതുകൊണ്ട് ഈ കൂടുതൽ വരുന്ന മാവ് ഇതേപോലെ ഇങ്ങനെ എടുത്ത് പിരിച്ചെടുത്തിട്ട് ഇതേപോലെ മാറ്റിക്കളയാം. ഇതേപോലെ കിട്ടും. പരത്തിയെടുക്കാൻ പോണതിന് മുമ്പ് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പരത്തിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലോസ് ചെയ്തേക്കണ ഈ ഭാഗം അടിയിൽ വരണം. ഇത് ഈ ഗോതമ്പ് പൊടിയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയിടുക. ഒരുപാട് ബലം കൊടുത്തിട്ട് പരത്തരുത്.
പിന്നെ പരത്തിയെടുക്കുമ്പോൾ അതിങ്ങനെ തിരിച്ചും മറിച്ചിടേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് തന്നെ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കനം കുറച്ച് കൊടുക്കണം. ഒരുപാട് തിക്കായിട്ടിരിക്കുകയും ചെയ്യരുത്, ഒരുപാട് കനത്തിലിരിക്കുകയും ചെയ്യരുത്. ഈ സൈഡും നിങ്ങൾ കനം കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇങ്ങനെ പരത്തുമ്പോൾ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ട് വരും. റൗണ്ടായിട്ട് വരികയും ചെയ്യും, സൈഡ് കനം കുറഞ്ഞ് വരികയും ചെയ്യും. ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഈ ഗോതമ്പൊടി ഉണ്ടാവും. ഗോതമ്പൊടി നിങ്ങൾ തട്ടിക്കളയണം. ഇതേപോലെ കിട്ടും. ഈ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. കൗണ്ടർ ടോപ്പും വെച്ചിട്ടും ഇത് പതുക്കെ ഒന്ന് പരത്തിയെടുക്കുക. പൂരി ഇതേപോലെ പൂരിയുടെ വലിപ്പത്തിൽ ഇതേപോലെ പരത്തിയെടുക്കും. അതിന് കൈമ വെച്ചിട്ട് കൈ കൊണ്ട് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ചപ്പാത്തി കോല് വെച്ചിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വയ്ക്കുക. അപ്പം ഞാനിവിടെ 3 എണ്ണമാണ് പരത്തിയെടുത്തേക്കുന്നത്. ഇനിയും പരത്താനിരിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ എല്ലാവരും ഞാൻ ഉണ്ടാക്കണില്ല. കാരണം ഇത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇതേപോലെ 3 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടാവണം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വയ്ക്കുക. ഇതിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴായിരിക്കും ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരാം. ഈ ഓയിൽ ഇതിൻ്റെ എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ആവണം. ഒരുപാട് ഓയിൽ ഒഴിക്കണ്ട, കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആയിരിക്കും നന്നായിട്ട് മുരിഞ്ഞ് വരാം. ഒരു സൈഡ് പതുക്കെ ചൂടായി കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിടുക. ഒരു സൈഡ് പതുക്കെ ചൂടായി കഴിയുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊമ്പളകൾ വന്നു തുടങ്ങും. അപ്പോൾ അത് തിരിച്ചിടുക. മറ്റേ സൈഡിലും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അവർ നന്നായിട്ട് ഓയിൽ ഒഴിക്കും. അപ്പോഴായിരിക്കും അത് നന്നായിട്ട് മുരിഞ്ഞ് വരാം. ഓയിലൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു സൈഡ് തന്നെ ഇട്ട് മുരിക്കാണ്ട് 2 സൈഡ് എപ്പോഴും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അത് ഏറ്റവും അധികം കൊമ്പളകൾ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ട് മാത്രം തിരിച്ചിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 സൈഡും മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ഇത് ഓരോ പ്രാവശ്യം നിങ്ങൾ ചുട്ട് ചെയ്യുമ്പം ചിലപ്പോൾ അതിനകത്ത് ഈ പൊടി ഇരുന്നിട്ട് ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കും. ഇതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് രണ്ടാമത്തെ ഇടാം. ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 3 ആലു പൊറോട്ടയാണ് ഉണ്ടാക്കിയത്. 2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 7 ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കഴിക്കുമ്പോൾ ചൂടോടുകൂടി കഴിക്കണം. അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറും. അതുകൊണ്ടാണ് ഞാനിവിടെ 3 എണ്ണം ഉണ്ടാക്കിയത്. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഉരുളൻകിഴങ്ങിൻ്റെ ഫില്ലിംഗ് ആയിട്ടിരിക്കും. ഇത് കറിയൊന്നും കൂട്ടാണ്ട് തന്നെ ഇത് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളക്കടലയും കൊണ്ടുള്ള കറി നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ വെള്ളക്കടലയും കൊണ്ടുള്ള റെസിപ്പിയും ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചന മസാല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. അത് കൂട്ടിയിട്ടും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും.